പാലക്കാട് ജില്ലയിൽ ഇന്നലെ ഒരു അതിഥി തൊഴിലാളിയെ ബംഗ്ലാദേശി എന്നാരോപിച്ച് കവർച്ചക്കാരനെന്നാരോപിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് പ്രബുദ്ധ കേരളം ഏറെ നിരാശയോടെയും ആശങ്കയോടെയും ഭീതിയോടെയുമാണ് നോക്കിക്കണ്ടത്. ഒട്ടനവധി വിമർശനങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ആ വിഷയത്തിൽ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലേക്ക് ഉയരുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളോട് മലയാളികൾ വെച്ച് പുലർത്തുന്ന മനോഭാവത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അന്യസംസ്ഥാന തൊഴിലാളികളോട് മലയാളികൾ വെച്ച് പുലർത്തുന്ന അപരവിദ്വേഷം, വെറുപ്പ്, ഇതെല്ലാമാണ് ഇന്നലെ പാലക്കാട് ജില്ലയിൽ സംഭവിച്ച ആൾക്കൂട്ട വിചാരണയ്ക്ക് പ്രധാന കാരണമായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അന്യസംസ്ഥാന തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് നാമകരണം ചെയ്തതിൻ്റെ പേരിൽ ഇവിടെയുണ്ടായ കോലാഹലങ്ങൾ നമ്മളെല്ലാവരും അറിയുന്നതാണ്. സോഷ്യൽ മീഡിയകളിലും മറ്റു മീഡിയകളിലും വാർത്തകളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ എന്ന് നാമകരണം ചെയ്തതിൻ്റെ പേരിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും വർത്തമാനങ്ങളും ശബ്ദങ്ങളുമാണ് സോഷ്യൽ മീഡിയകളിൽ നിറയെ മലയാളികളിൽ നിന്ന് രൂപം കൊണ്ടത്. അത് അതിഥി തൊഴിലാളികളോട് മലയാളികൾ വെച്ച് പുലർത്തുന്ന മനോഭാവത്തിൻ്റെ, അപരവിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന മുഴുവൻ കവർച്ചയുടെയും മറ്റു അക്രമങ്ങളുടെയൊക്കെ പ്രധാന കാരണം അതിഥി തൊഴിലാളികളാണ്, അന്യസംസ്ഥാന തൊഴിലാളികളാണ്, അന്യസംസ്ഥാനത്ത് നിന്ന് കടന്നു വരുന്നവരാണ് എന്നെല്ലാമല്ല ഉള്ള ആരോപണങ്ങൾ ഉയർത്തി അവർക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും ശബ്ദങ്ങളാണ് പൊതുവെ മലയാളത്തിൽ കണ്ടുവരുന്നത്. അവരുടെ അടുക്കൽ നിന്ന് വരുന്നവരിൽ നിന്ന് ആരെങ്കിലുടെയും ഒന്നോ രണ്ടോ പേരുടെ അടുത്തു നിന്ന് വരുന്ന അരുതായ്മയുടെ പേരിൽ തൊഴിൽ തേടി കേരളത്തിൽ വരുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളെയും ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് മലയാളികളുടെ ഇടയിൽ നിന്ന് പൊതുവെ കണ്ടുവരുന്നത്. അടുത്ത കാലത്ത് കഴിഞ്ഞ നബിദിനത്തിന് അന്യസംസ്ഥാനത്തിൽ നിന്ന് തൊഴിൽ തേടി വന്ന ഒരു യുവാവ് നമ്മുടെ നാട്ടിലുള്ള പരിപാടികളും ആഘോഷ പരിപാടികളൊക്കെ കാണുമ്പോൾ അവർ പലരും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൽ കൗതുകം കൊണ്ട് നമ്മുടെ ആഘോഷ പരിപാടികളിലൊക്കെ പല അന്യസംസ്ഥാന തൊഴിലാളികളും പങ്കെടുക്കാറുണ്ട്. അതുപോലെ ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ നബിദിനത്തിന് ഒരു മദ്രസയിൽ പരിപാടിയിൽ ഗാനം ആലപിച്ചപ്പോൾ അത് വാർത്തയായപ്പോൾ അതിനെതിരെ ശക്തമായ വിദ്വേഷം പരത്തുന്ന, വെറുപ്പ് ഉളവാക്കുന്ന സംസാരങ്ങളും പ്രവർത്തനങ്ങളുമാണ് സോഷ്യൽ മീഡിയകളിൽ നിറയെ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയപ്പെടുന്നവരിൽ നിന്ന് നല്ലൊരു ശതമാനം ആളുകളിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ നബിദിന പരിപാടിയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾക്കെതിരെയും ഇതുപോലുള്ള അപരവിദ്വേഷം വളർത്തുന്ന, വെറുപ്പ് പുലർത്തുന്ന സംസാരങ്ങളും എഴുത്തുകളും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. 1.5 മാസം മുമ്പ് ഇതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭിന്നിച്ച് കഴിയുന്ന അതിഥി തൊഴിലാളികളൊന്ന് ഏകോപിപ്പിച്ച് ക്രോഡീകരിച്ച് അവർ ഒന്നിച്ചുകൂടി ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോഴും അത് മീഡിയകളിൽ വാർത്തകൾ വന്നപ്പോൾ, ചാനലുകളിൽ വാർത്താശ്രദ്ധ നേടിയപ്പോൾ അതിനെതിരെയും ഒട്ടുമിക്ക മലയാളികളും പ്രതികരിച്ചത് അത്തരം ഏകീകരണവും കൂട്ടായ്മയും നമ്മുടെ നാട്ടിൽ രൂപപ്പെടുത്തരുത്, ഇവർ നമ്മുടെ നാടിന് ഭീഷണിയാണെന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പല മലയാളികളിൽ നിന്നും കാണാനിടയായത്. ഇങ്ങനെ നമ്മളല്ലാത്തവരോട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരോട് മലയാളികൾ പുലർത്തുന്ന അപരവിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും മറ്റ് വ്യാജ പ്രചരണങ്ങളുടെയും ഭാഗമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ സംഭവിച്ച ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാ മനുഷ്യരും ഒരേ സംസ്കാരമുള്ളവരല്ല, ഒരേ കാഴ്ചപ്പാടുള്ളവരല്ല, എല്ലാ മനുഷ്യരും സത്യസന്ധരാകണമെന്നുമില്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ തേടി വരുന്ന മനുഷ്യരിൽ പലരുടെ അടുക്കളിൽ നിന്നും അരുതായ്മകൾ സംഭവിക്കാം. മറ്റു രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്ന മലയാളികളുടെ ഇടയിലും പല ആളുകളും പല വിഷയങ്ങളിലും അക്രമ സ്വഭാവം പുലർത്തുന്നവരും ജയിലിൽ കഴിയുന്നവരൊക്കെ മറ്റ് രാജ്യങ്ങളിൽ മലയാളികളുമുണ്ടല്ലോ. എന്നതുപോലെ തന്നെ ഇവിടെ തൊഴിൽ തേടി വരുന്ന ആളുകളിലും അതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ സംഭവിച്ചേക്കാം എന്ന് കരുതി അവരെ മുഴുവൻ സംശയത്തിൻ്റെ നിഴലിലും വിദ്വേഷം പരത്തുന്നതും വെറുപ്പ് പുലർത്തുന്നതുമായ സമീപനം നമ്മൾ അവരോട് സ്വീകരിക്കുന്നത് ശരിയല്ല. അത്തരം കാഴ്ചപ്പാടിൽ കൂടിയാണ്, അത്തരം മനോഭാവത്തിൽ കൂടിയാണ് ഇത്തരം ആൾക്കൂട്ട വിചാരണകളും കൊലപാതകങ്ങളും രൂപപ്പെടുന്നത്. പാലക്കാട് ജില്ലയിൽ അത്തരം ചിന്താധാരയുടെ ചേതോവികാരമാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല.
നമ്മൾ മലയാളികളാകട്ടെ ലോകത്തുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും തൊഴിൽ തേടി എത്തുകയും സമ്പാദിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തുള്ള മനുഷ്യരെല്ലാം നല്ല വിധേന സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരുമാണ്. എന്നാൽ തൊഴിൽ തേടി നമ്മുടെ നാട്ടിൽ വരുന്നവരോട് നമുക്ക് അത്തരം നല്ല മനസ്സും സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയും നമുക്കില്ല എന്ന് പറയുന്നത് ഏറെ വൈരുദ്ധ്യം നിറഞ്ഞതാണ്. പ്രബുദ്ധ കേരളത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ്. അവരും കുടുംബം പോറ്റുന്നതിന് വേണ്ടി, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി, കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയെല്ലാം തൊഴിൽ തേടി വരുന്നവരാണ് അവരെ നമ്മൾ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും കാണുന്നത്, അവർക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്, നാട്ടിൽ നടക്കുന്ന മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദിത്തം അവരുടെ തലയിലിട്ട് അവർക്കെതിരെ ശക്തമായ വിമർശനങ്ങളും ശബ്ദങ്ങളും ഉയർന്നു വരുന്നത് ശരിയല്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാകാം. എല്ലാവരും ഒരേ കാഴ്ചപ്പാടും മനുഷ്യരിലും സത്യസന്ധത നിറഞ്ഞവരൊന്നും ആകണമെന്നില്ല. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ട് എന്ന് കരുതി ആൾക്കൂട്ട വിചാരണക്കും തൊഴിൽ തേടി വരുന്ന ആളുകളെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന സമീപനവും പൊതുവെ നമ്മുടെ മലയാളികളിൽ കണ്ടുവരുന്നുണ്ട്. അത്തരം ചിന്താധാരയിൽ കൂടിയാണ് ഇത്തരം ആൾക്കൂട്ട വിചാരണകൾ നടക്കാൻ സാധ്യത കൂടുതലാണ്. അത്തരം മനോഭാവത്തിൽ കൂടിയാണ് പാലക്കാട് നടന്ന കൊലപാതകം എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളല്ലാത്തവരോട് അപരവിദ്വേഷം പുലർത്തുന്ന, പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയരാണ്, ഭാരതാംബയുടെ മക്കളാണ്, നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാവരും ഒന്നിച്ച് ദേശക്കൂറുള്ളവരാണ്, നമ്മൾ ഇന്ത്യ എന്ന ഒറ്റ ആശയത്തിന് കീഴിൽ നിൽക്കേണ്ടവരാണ് എന്നെല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ദേശക്കൂറ് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നാണ് ഇങ്ങനെ ബംഗാളിൽ നിന്നെല്ലാം അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തൊഴിൽ തേടി കേരളത്തിൽ വരുന്ന ആളുകളോട് കൂടുതലും വിദ്വേഷം പുലർത്തുന്നവരിൽ കൂടുതൽ എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളല്ലാത്തവരോട് അപരവിദ്വേഷം പുലർത്തുന്ന വെറുപ്പ് പ്രകടിപ്പിക്കുന്ന പ്രവണതയിൽ നിന്ന് മലയാളികൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും കുടുംബം നോക്കുന്നതിന് വേണ്ടി തൊഴിൽ തേടി എത്തുന്നവരാണ്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി നല്ല നിലയിൽ അവരെ സംശയാസ്പദമായി നോക്കിക്കാണാതെ നമ്മളിൽ ഒരുവരായിട്ട് തന്നെ അവരും മനുഷ്യരാണ് എന്ന ചിന്താധാരയോടുകൂടി തൊഴിൽ തേടി നമ്മൾ ആ നാട്ടിലെത്തുന്നവരെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ എങ്ങനെയാണ് മറ്റു രാജ്യത്തുള്ളവരെ സമീപിക്കുന്നത്, അതുപോലെ തന്നെ ഇവിടെ തൊഴിൽ തേടി വരുന്നവരോടും അത്തരം സമീപനങ്ങൾ സന്തോഷത്തോടെ പുലർത്താൻ മലയാളി പഠിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് പറയുന്നത്. വരുന്നവരിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളും മറ്റു അക്രമ വാസനകളൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും അതിനിവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ എല്ലാ അതിഥി തൊഴിലാളികളെയും സംശയത്തോടു കൂടി നോക്കിക്കാണുന്ന, അവർക്കെതിരെ വിദ്വേഷം പുലർത്തുന്ന, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മലയാളിയുടെ സംസ്കാരം അതിൽ നിന്ന് നാം മാറേണ്ടതുണ്ട് എന്നുകൂടി സമയത്ത് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്.